മാട്ടൂൽ സേജ് മുഹമ്മദ് കോയ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് എം വിജുൻ എം.എൽ.എ. സ്കൂൾ കെട്ടിടത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. വേഗത്തിൽ ഇവിടെ ക്ലാസുകൾ ആരംഭിക്കാൻ നടപടിയുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ വിഷൻ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. തീരദേശ മേഖലയിലെ 1000-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് മാട്ടൂൽ CHM-KS ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. നിലവിൽ ഹൈസ്കൂൾ വിഭാഗവും ഓഫീസും പ്രവർത്തിക്കുന്നത് ഓടുമേഞ്ഞ പഴയ കെട്ടിടത്തിലാണ്. പൊട്ടിപ്പൊളിഞ്ഞ് മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന ചുമരുകൾ വിണ്ടുകീറിയ കെട്ടിടത്തിലിരുന്നാണ് കുട്ടികൾ പഠിക്കുന്നത്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആവശ്യപ്രകാരമാണ് സംസ്ഥാന സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 നില പുതിയ കെട്ടിടം ഒരുക്കിയത്. 20 ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിൽ മറ്റെല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 2024 ഒക്ടോബറിൽ സർക്കാരിന്റെ 100 ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. എന്നാൽ ഇതുവരെയും കെട്ടിടത്തിന് അനുമതി ലഭിച്ചിട്ടില്ല. ഇതിൽ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഏറെ ആശങ്കയിലാണ്. മാട്ടൂൽ സ്കൂളിനൊപ്പം കെട്ടിടം അനുവദിച്ച മറ്റ് സ്കൂളുകൾ പുതിയ കെട്ടിടത്തിൽ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട്. വിഷയം കണ്ണൂർ വിഷൻ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നു. സ്കൂളിന്റെ വിഷയത്തിൽ പരിഹാരം വേണമെന്ന് ബന്ധപ്പെട്ട മന്ത്രിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശങ്ക പരിഹരിക്കുമെന്ന ഉറപ്പും ലഭിച്ചിട്ടുണ്ട്. വേഗത്തിൽ ഇവിടെ ക്ലാസുകൾ ആരംഭിക്കാൻ നടപടിയുണ്ടാക്കുമെന്നും എം വിജിൻ എം.എൽ.എ. പറഞ്ഞു. മാട്ടൂൽ സ്കൂളിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അത് പഞ്ചായത്ത് ആണ് അത് നൽകേണ്ടത്. പക്ഷേ അവർ പല നിയമപ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് അത് നൽകാൻ തയ്യാറാകാത്തതായിരുന്നു ഇവിടുത്തെ പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ PTA-യും അവിടെ സ്കൂൾ അധ്യാപകരും ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 2 മന്ത്രിമാരുടെ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെയും ബഹുമാനപ്പെട്ട LSTD മിനിസ്റ്ററുടെയും ശ്രദ്ധയിൽ ഇത് പെടുത്തുകയുണ്ടായി. ഇതിനോടൊപ്പം ഉദ്ഘാടനം ചെയ്ത മറ്റു സ്കൂളുകളിലെല്ലാം അത് ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം അത് അതീവ ഗൗരവത്തോട് സംസാരിച്ചു. 2 മന്ത്രിമാരും ഞാനും നിയമസഭയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. ഇപ്പോൾ അത് എന്തായാലും പരിഹരിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്. ആ തീരുമാനമെടുത്ത് ഇപ്പോൾ ചീഫ് എഞ്ചിനീയറെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും കുട്ടികളും രക്ഷിതാക്കളും അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് വളരെ വേഗതയിൽ തന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിൽ മികച്ച സൗകര്യത്തിലിരുന്ന് പഠിക്കാനുള്ള ആഗ്രഹത്തിൽ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.